ഈ ടമ്മി ടൈം കൊണ്ടുള്ള ബെനിഫിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെങ്തൻസ് മസിൽസ്. അതായത് ടമ്മി ടൈം കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ മസിൽസ് ഇമ്പ്രൂവ് ആകും. അതായത് ഏത് രീതി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന നാളുകളിലാണ് കുട്ടികൾ കമരാനും ഇരിക്കാനും ഇഴയാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷോൾഡറിൻ്റെയും അതായത് കഴുത്തിൻ്റെ, കൈകളുടെ അല്ലെങ്കിൽ ബാക്കിലെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ടമ്മി ടൈം വളരെ ഉപകാരപ്രദമുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പ്രിവെൻറ്റ്സ് ഫ്ലാറ്റ് സ്പോട്സ്. അതായത് നാം എപ്പോഴും കുഞ്ഞിനെ നിവർത്തി കടത്തുന്നത് കൊണ്ട് തന്നെ തലയുടെ പുറകു ഭാഗത്ത് ചപ്പി കാണുന്ന അവസ്ഥകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും ടമ്മി ടൈമിലൂടെ നമുക്ക് അത് സഹായിക്കുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ കുഞ്ഞ് നമുക്ക് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് തല ഉയർത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ കൈകൾ കുത്തി നിവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം ശരീര ചലന നിയന്ത്രണവും മൊത്തത്തിലുള്ള ചലന വികസനവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ടമ്മി ടൈം സഹായിക്കുന്നുണ്ട്. പരിസരത്തെ മറ്റൊരു കോണിലൂടെ കാണാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ ടമ്മി ടൈം കാഴ്ച വികസനത്തെയും ഇന്ദ്രിയങ്ങളുടെ വികസനത്തെയും ഡെവലപ്പ് ഈസി ആയിട്ട്, അതായത് വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടമ്മി ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞിൻ്റെ ബ്രെയിൻ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ടമ്മി ടൈമിലൂടെ കുഞ്ഞിൻ്റെ ഭാവിയിലെ വളർന്നതിന് ശേഷമുള്ള നന്നായിട്ടുള്ള, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ശാരീരിക ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ ഭംഗി നിലനിർത്താനും അത് ക്ലിയർ ആയിട്ട് കൊണ്ടുവരുവാനും കൂടെ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റിനും കൂടെ ഈ ടമ്മി ടൈം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ടമ്മി ടൈമിലൂടെ ഒരു കുഞ്ഞിന് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ടമ്മി ടൈം കഴിവതും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കറക്റ്റുള്ള പോസ്റ്ററിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അവസാനമായിട്ട് ലോകത്തറിയപ്പെടുന്ന ലീഡിംഗ് പീഡിയാട്രിക് ഹെൽത്ത് അതോറിറ്റിയായ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്ന 3-4 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഒരു ടമ്മി ടൈം ഒരു കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് നാം അറിഞ്ഞിരിക്കേണ്ട, മനസ്സിൽ കരുതേണ്ട 4 പോയിന്റുകൾ. നിങ്ങളുടെ കൺട്രോളിലായിരിക്കുന്ന ഒരു ടമ്മി ടൈം കുഞ്ഞിനെ കടത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊന്നും ചെയ്യാതെ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരിക്കുക. രണ്ടാമതായി, നിങ്ങൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ടമ്മി ടൈം കൊടുക്കാതിരിക്കുക. അടുത്തതായി, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പാല് കൊടുക്കുക, എന്തെങ്കിലും ആഹാരം കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ടമ്മി ടൈം കൊടുക്കാതിരിക്കുക. അവസാനമായിട്ട്, നിങ്ങൾ ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനോടൊപ്പം കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. എപ്പോഴും കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരിക്കുക. ടമ്മി ടൈം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ടമ്മി ടൈം പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ടമ്മി ടൈം.